കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻ CPM MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക കൊച്ചി CBI കോടതി. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. CPM വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതികളായതാണ് കേസ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനാണ് കേസിലെ 1-ാം പ്രതി. A പീതാംബരൻ, 2-ാം പ്രതി CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A അശ്വിൻ, 8-ാം പ്രതി സുബിൻ, 10-ാം പ്രതി രഞ്ജിത്ത്, 14-ാം പ്രതി CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവർക്കുള്ള ശിക്ഷയാണ് കോടതി ഇന്ന് വിധിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രതിഭാഗത്തിനും CPM-നും തിരിച്ചടിയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ 14 പേർ മാത്രമായിരുന്നു പ്രതിപട്ടികയിൽ. CBI അന്വേഷണത്തിലാണ് ഗൂഢാലോചനകളിൽ കൂടുതൽ CPM നേതാക്കൾ പ്രതികളായത്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ജനം, കൊച്ചി.